ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് മിസ്റ്റർ റഫ് നാഷൻ ആൻഡ് ടോക്കിംഗ് ടു യു മിസ്റ്റർ റഫ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ട്രീറ്റ് ഫൈറ്ററെ കിട്ടിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു സാധനം നമ്മുടെ ഇവിടത്തെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ, ഈ ഒരു സ്ട്രീറ്റ് കിഡ് ഇതെന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇവനെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഈ എന്താ പറയുക, ഏത് വണ്ടി എടുത്താലും നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോയെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജസ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട് നമ്മുടെ ഉള്ളിൽ. നോക്കി ഒരാളെ നോക്കി നമ്മൾ ഒരു 3 ഫ്രണ്ട്സിൻ്റെ ഇടയിലോ 4 ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ പോട്ടെ, ഇവൻ ഒരാളായാലും പോലും മതി, നമ്മൾ സംസാരിക്കും. നമ്മൾ പറയും വരുമ്പോൾ ഒരു പുള്ളിക്കാരനെ നോക്കി, ഒരു പുള്ളിക്കാരത്തി നോക്കി, ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ വെച്ചാൽ ഈ വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ കുറേ പേര് നോക്കി. അപ്പോൾ എനിക്ക് എന്തായാലും ആ നോക്കിയത് നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ അവരെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എനിവേ അവരെ മനസ്സിലുള്ളതും കൂടി നമുക്ക് ഇടയ്ക്ക് നമുക്ക് ചോദിക്കാം, ഇടയിൽ നിർത്തിയിട്ട് ഈ വണ്ടിയുടെ അഭിപ്രായം എന്താണ്, ഈ വണ്ടി കാണാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നിർത്തിയിട്ട് ചോദിക്കാം. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, അവരുള്ളിരിക്കുന്നത് അറിയില്ലല്ലോ. ചിലപ്പോൾ അവർ മോശമായിട്ടായിരിക്കും വിചാരിക്കേണ്ടാവുക, ചിലപ്പോൾ നല്ലതായിട്ടും വിചാരിക്കേണ്ടാവുക. അതും ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ, അത് ഒരു വണ്ടിക്കും ബാധകമായിട്ടുള്ള കാര്യമല്ല. ഇവരുടെ ലോകത്ത് അത് ഇവരാണ് മെയിൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇവൻ്റെ ഒപ്പം നമുക്ക് പോയി എത്ര പേര് നമുക്ക് ഇവന് എത്ര വ്യൂ കിട്ടുന്നതൊക്കെ നോക്കാം. ഓക്കെ, എന്തായാലും തിരക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു റോട്ടിൽ കിടക്കുമ്പോൾ. അപ്പോൾ ആ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അവിടെ നിൽക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു തോന്നലുണ്ട്. എന്താണെന്നറിയോ, നമുക്കൊരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിവൻ അവൻ നോക്കിയില്ല, അല്ലെങ്കിൽ വണ്ടീനെയാ അല്ലെങ്കിൽ എന്നെയാ, ആ ഒരു സാധനം ഉണ്ടല്ലോ. അതിപ്പോൾ 2 പേരായിട്ട് പോവുകയാണെങ്കിൽ ബാക്കിൽ നിന്നിട്ട് ഒരുത്തൻ പറയും, 2 പേരായിട്ട് പോവുകയാണെങ്കിൽ ബാക്കിൽ നിന്നിട്ട് ഒരുത്തൻ പറയും നോക്കിയല്ല അവൻ നോക്കിയല്ല ഇവൻ നോക്കിയല്ല എന്നുള്ളതൊക്കെ ബാക്കിൽ നിന്ന് തന്നെ പറയും. അപ്പോൾ ആ ഒരു സാധനവും എന്താ പറയുക, ഓടിക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു കുളിർമ അത് വളരെയധികം വ്യത്യസ്തം തന്നെയാണ്. അധികം ആൾക്കാർക്കൊന്നും കാണാനില്ല മേ ബി. എവിടെയും പോവാൻ നിൽക്കാണോ? വെറുതെ കടയ്ക്കാണോ? എനിക്കെന്നാ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ചാനലാണ്, അപ്പോൾ മിസ്റ്റർ റഫ് നാഷൻ ആണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഹായ്. അപ്പോൾ എനിക്ക് വേറെ എന്താ, ഞാൻ ഈ വണ്ടിയുടെ ഫാൻസിങ് എന്നവരുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിൽ എത്രത്തോളം റീച്ചിങ് കിട്ടുന്നത് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നിനക്ക് എന്താണ് ഈ ഒരു വണ്ടിയുടെ അഭിപ്രായം? പറഞ്ഞോ. നീ അഭിപ്രായമില്ല? ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു. KTM ഇഷ്ടമാണോ നിനക്ക്? 250യോ നോക്കാറുണ്ടോ? 250 ഒക്കെ വഴി കുട പോകുമ്പോ, പിടച്ചു പോകുമ്പോ എപ്പോഴും ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഉറക്കം പറഞ്ഞോ? കുഴപ്പമില്ല. വീട് അവിടെ ഇവിടെ തന്നെ? ഞാനപ്പോൾ വെറുതെ ഈ ഒരു വണ്ടിക്ക് എത്രത്തോളം ഫാൻസിങ് ഉണ്ടെന്ന് അറിയാനായിട്ട് വെറുതെ ഇറങ്ങിയതാ. അപ്പോൾ കുറച്ച് പേര് ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാലോ. അപ്പോൾ അങ്ങനെ ശരി, എന്നാ കടയിൽ കയറിക്കോന്നോ? പോട്ടെ പോ. അപ്പോൾ അവൻ്റെ മകൻ എന്തായാലും അത്യാവശ്യം നല്ലൊരു കമൻട്രിയാണ് കിട്ടിയിട്ടുണ്ട്. ചെക്കന് ഇഷ്ടമായിട്ടുണ്ട്. ചില ഞാൻ വന്ന് നിർത്തുന്നോ, ചില ആയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ, ഫസ്റ്റ് തന്നെ. പക്ഷെ എന്താ പറയാ, കൂടുതൽ ചിരിക്കണ്ടേ ചില ചോദിക്കുമ്പോൾ ചിരിക്കുക.
അവനൊന്നും പറയാൻ പറ്റണ്ടാ തോന്നുന്നുണ്ട്. ചാല് നമുക്ക് വേറെ നോക്കാം. ചില അവൻ്റെ എന്തായാലും ഒരു ഗുഡ് അവൻ്റെ കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഫാൻസിക്കാർ കിട്ടണ എന്തെങ്കിലും മതി വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1-2 വാക്ക് ചില ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് എന്തൊക്കെ അധികം അറിയാനോ അങ്ങനെയൊന്നുമല്ല. വണ്ടി ഇഷ്ടമാണോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ, വണ്ടിയുടെ ബാക്കിൽ പോയിണ്ടോ എന്നുള്ള കുറച്ച് അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി മാത്രം. എവിടേക്കെങ്കിലും പോവാണോ? തിരക്കുണ്ടോ എവിടേക്കെങ്കിലും? ഇല്ലല്ലോ. എവിടേക്കാ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. 8 മിനിറ്റ്. വേറെന്നടാ, ഞാൻ വ്ളോഗ് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ വണ്ടിയുടെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാ. എടാ ജസ്റ്റ് 1 മിനിറ്റ്, 8 മിനിറ്റ് ജസ്റ്റ് സംസാരിച്ചാൽ മതി. കുറച്ചുകൂടെ കിട്ടി. തിരക്കുണ്ടോ നിങ്ങൾക്ക്? വേറെന്നല്ല, ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാ. ഇത് ഡ്യൂക്ക് 250 കണ്ടുണ്ട്. 390 ഉണ്ടോ? എന്താ അഭിപ്രായം? പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ബാക്കിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് അത്? അടിപൊളിയാണ്. ഈ സാധനം കാണാൻ എങ്ങനെയുണ്ട്? നമ്മളിപ്പോ ഈ പുറത്ത് പെടച്ച് പോകുമ്പോ ചില ആൾക്കാരുണ്ടാവില്ല എവിടെ നിന്നിട്ട് ഇവന്തിങ്ങനെ പെടച്ച് പോകുന്നു എവിടേക്കാലും ഇത് സംഭവം. അതിനെ പറ്റി എന്താ അഭിപ്രായം? അങ്ങനെ ഈ ഒരു വണ്ടീനെ മോശമാക്കിട്ടല്ലേ അവര് കാണിക്കണേ? എടുക്കണ്ടത് ഇങ്ങനത്തെ എന്തേലും ഹിമാലയ നന്നായി. അത് എന്തായാലും അഡ്വഞ്ചർ കുഴപ്പമില്ല. നിനക്ക് സെറ്റാക്ക്. എന്റെ വീട് തൃപ്രയാറ് വലപ്പാട്. ചേടാ വലപ്പാട് ആനൊഴുങ്ങി. അവിടെ തന്നെ. ഞാൻ കിഴക്കേ റോഡിൽ, ഈ ഹൈവേ അല്ല കിഴക്കേ റോഡിൽ. മിസ്റ്റർ ഓഫ് നാഷൻ. ഓക്കെ, കാണപ്പോ. ശരിയടാ, താങ്ക്സ്. പോട്ടെ പോ. താങ്ക്സ്.